അങ്ങനെ ബാബർ റോഡിനെ അയോധ്യ റോഡാക്കാൻ ഹിന്ദുസേനയുടെ ശ്രമം. ഒടുവിൽ പോലീസിന് ബോർഡ് നീക്കം ചെയ്യേണ്ടി വന്നു. ബാബർ റോഡിന്റെ സൂചനാ ബോർഡിൽ ഹിന്ദുസേന പ്രവർത്തകർ അയോധ്യ മാർഗ് എന്ന പോസ്റ്റർ പതിച്ചിരുന്നു. പോസ്റ്ററിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഒടുവിൽ ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റർ നീക്കം ചെയ്യേണ്ടി വന്നു. അയോധ്യയിലെ രാമമന്ദിർ പ്രതിഷ്ഠാ ചടങ്ങിന് 2 ദിവസം മുമ്പാണ് ഈ സംഭവം. ബാബർ റോഡിന്റെ പേര് മാറ്റണമെന്ന് ഹിന്ദുസേന വർഷങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു. 2019 ഗ്രൂപ്പിന്റെ പ്രവർത്തകർ റോഡിന്റെ സൈൻ ബോർഡിന്റെ അടയാളങ്ങൾ കറുപ്പിക്കുകയും ഹിന്ദുസേന എന്നെഴുതിയ സ്റ്റിക്കറുകൾ ഒട്ടിക്കുകയും ചെയ്തിരുന്നു. എത്ര ഒട്ടിച്ചാലും എന്തൊക്കെ മാച്ചാലും ചരിത്രമായി തന്നെ നിലനിൽക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിക്കാനിരിക്കെ ഇത്തവണത്തെ രാമനവമിക്ക് പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി. അർജുൻ ഇളയരാജ എന്ന വ്യക്തിയാണ് പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ അവധി കാര്യത്തിൽ നിർദ്ദേശം നൽകാൻ കോടതിക്ക് കഴിയില്ലെന്നും ഹർജിക്കാരന് വേണമെങ്കിൽ സർക്കാരിനെ സമീപിക്കാമെന്നും ജസ്റ്റിസ് ഗംഗാ പൂർവാല, ജസ്റ്റിസ് ഭരത ചക്രവർത്തി എന്നിവർ അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. അതിലും ഫലം കണ്ടില്ല. മോശമായിപ്പോയി. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ഹനുമാനായി വേഷം കെട്ടി നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി. പിന്നെ വേഷം കെട്ടേണ്ട കാര്യമൊന്നുമില്ല, ഒരു വാലിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. ജോഡോ ന്യായ് യാത്രക്കിടെ വെള്ളിയാഴ്ച ആസാമിലെ മജൂലിയിലാണ് സംഭവം. ജനങ്ങൾക്ക് രാഹുലിനെ ഹനുമാനായി കാണുമെന്ന് വല്ലാത്തൊരാഗ്രഹം. ഒടുവിൽ രാഹുലും വിചാരിച്ചു ഒന്ന് ഹനുമാനായി കളയാമെന്ന്. ഹനുമാന്റെ മുഖംമൂടിയും കയ്യിൽ ഗദയുമേന്തി നിൽക്കുന്ന രാഹുലിനെ കണ്ടാൽ ഹനുമാൻ തന്നെ പേടിച്ചു പോകും. ഹനുമാന് ഒരു പ്ലസ് പോയിന്റായി ഉണ്ടായിരുന്നത് ആ വാല് മാത്രമാണ്. എന്തുകൊണ്ടും അഭികാമ്യം രാഹുൽ തന്നെയാണ്. വെറുതെ ഇരിക്കാൻ വയ്യാതെ ഹർജി നൽകി. ഫലമോ 1 ലക്ഷം രൂപ പിഴ. രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം പുനഃസ്ഥാപിച്ചതിനെ ചോദ്യം ചെയ്തായിരുന്നു ഹർജി. കണ്ടപാടെ സുപ്രീം കോടതി ഹർജി തള്ളുകയും ഹർജിക്കാരന് 1 ലക്ഷം രൂപ പിഴയും ചുമത്തി. ജസ്റ്റിസ് BR ഗവായ്, സന്ദീപ് മെഹ്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഇത്തരത്തിലുള്ള ഹർജികൾ അനാവശ്യമെന്നും കോടതിയുടെ സമയം കളയുന്നുവെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. ലക്നൌവിൽ നിന്നുള്ള അഭിഭാഷകനായ അശോക് പാണ്ഡെയാണ് ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. 2019 കർണാടകത്തിലെ കോലാറിൽ നടത്തിയ പ്രസംഗത്തിനിടെ മോദി സമുദായത്തെ അവഹേളിച്ച് സംസാരിച്ചുവെന്ന ആരോപണത്തെ തുടർന്നാണ് രാഹുലിന്റെ MP സ്ഥാനം നഷ്ടമായത്. സൂറത്ത് കോടതിയുടെ വിധിയെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഗിരിക്കപ്പുറതിയില്ലാത്ത ഏതോ മാന്യൻ കൊടുത്ത ഹർജിയാണ് അയാളുടെ തലയ്ക്ക് മുകളിലെ വാളായി മാറിയത്.